ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിനൂസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ചുക്ക എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്പ്പത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 സവോള, കുറച്ച് വലിപ്പത്തിലുള്ള സവോളയാണെങ്കിൽ ഒരു 4 സവോള നീളത്തിലരിഞ്ഞത് എടുക്കണം. ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഈ സവോള ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതായത് ഒന്ന് നമുക്ക് വറുത്ത് കോരി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കാത്ത കാരണം ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്, സ്പൈസി ആയിട്ട് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ച സവോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. ഈ മസാലയൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഈ മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിതൊരു 1/4 വേവൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ജീരകം പൊടിച്ചതും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. നമുക്കിതൊരു വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഈ ഡിഷ് വേണ്ടത്. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി പുളിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരു ടൊമാറ്റോ കൂടി ആദ്യമേ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.